ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സാരി കൊണ്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് നമ്മൾ കാണുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നെങ്കിലാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ആദ്യം തന്നെ നമ്മൾ സാരിയുടെ ഈ ഒരു മുന്താണി ഭാഗമാണ് നമ്മൾ ചെസ്റ്റ് പോർഷനിലേക്ക് കൊടുക്കുന്നത്. അത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ, പ്ലെയിൻ ആയിട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈനാണോ വേണ്ടത്, അത് കറക്റ്റായിട്ട് നമ്മൾ എവിടെയാണ് വേണ്ടതെന്ന് കറക്റ്റ് നമ്മൾ അടയാളപ്പെടുത്തുക. ഞാൻ ഫ്രണ്ട് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ബാക്ക് പ്ലെയിൻ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമ്മൾ എത്രയാണോ ഇറക്കം വേണ്ടത് അത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. ഞാൻ കൂടുതലും എടുക്കണതിൻ്റെ ഇടയിൽ തന്നെ മെഷർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ എന്താ ഈ ഒരു ഇറക്കം വെച്ചിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. ഞാനിവിടെ ഒരു 15.5 എടുത്തേക്കണത്. സീം അലവൻസും കൂടിയിട്ടാണ് 15.5 അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് അതൊന്ന് വരച്ചിട്ട് നമ്മളതൊന്ന് ആ ഒരു പോർഷൻ മാത്രം ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ അളവിന് തന്നെ ബാക്ക് പോർഷൻ കൂടി വെട്ടിയെടുക്കാം. ഇത് ഞാൻ ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിലത്തെ പീസ് ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് അതും നമ്മളിതാ 2 പീസും കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം കൈക്കുള്ള ഒരു പോർഷൻ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. ഈ കൈക്ക് വെട്ടിയതിൻ്റെ ബാക്കി പോർഷൻ നമ്മൾ അടിക്കുള്ള സ്കേർട്ടല്ല, രണ്ടും കൂടി അറ്റാച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മൊത്തം എടുക്കണം. ആ സാരി നമുക്ക് മൊത്തം എടുക്കേണ്ടി വരും. ഇതുപോലെ അടിഭാഗത്തേക്ക് 12ഉം മേൽഭാഗത്തേക്ക് 4 എന്നുള്ള രീതിക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം ക്രോസ് ഇട്ടിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാം. എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാതും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വട്ടം അടിച്ചിട്ടുണ്ട്. ആ ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നൊരു പ്ലെയിന്, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ മേൽഭാഗത്തേക്കുള്ള ആ ഒരു ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3.5 കഴുത്തകലം കൊടുത്തിട്ട് ഷോൾഡർ ഒരു 3 കൊടുത്തിട്ട് നമ്മളിതാ പ്രിൻസസ് കട്ട് രീതിക്ക് നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. കൈക്കുഴി ഒരു 6 ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 6 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ണം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. നമ്മൾ വണ്ണിടുമ്പോൾ ഈ പ്രിൻസസ് കട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എപ്പോഴും ഇട്ട് കൊടുക്കണം. കാരണം വെട്ടി വരുമ്പോൾ കുറച്ച് കുറവായിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ഭാഗത്തും ആ ഒരു വരയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നെക്കിൽ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് മറച്ചടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങായിട്ട് അറ്റാച്ച് ചെയ്യണം. പിന്നെ ഈ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന പോർഷൻസൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് വെട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മളിതാ എല്ലാതും ഒന്ന് വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലൈനിങ്ങിനായിട്ട് ഞാൻ ഒരു ക്രേപ്പ് തുണിയാണ് എടുത്തിട്ടുള്ളത്. കോട്ടൺ മെറ്റീരിയൽ അല്ല എടുത്തേക്കണത്. കോട്ടൺ ആകുമ്പോൾ കുറച്ചും കൂടി പൊന്തിയിട്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ ഒരു ക്രേപ്പ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ലൈനിങ് നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ബാക്കി പോർഷൻസ് നമ്മൾ പാവാട നമ്മുടെ അടിഭാഗത്തേക്കുള്ള ആ ഒരു മെറ്റീരിയലിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണ്ട ലൈനിങ് നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് ഭാഗത്തെ ലൈനിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ നോക്കുക. അതിനുശേഷം ഇത് ഞാൻ ഒന്ന് മറച്ചടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അടിക്കാനായിട്ട് പറ്റും. ഇതുപോലെ നെക്കിൻ്റെ ഭാഗം അടിക്കുക. അതിനുശേഷം മറച്ചടിച്ചതിന് ശേഷം ബാക്കിയുള്ള പോർഷൻസ് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നെക്കൊരു 2 വട്ടം ഒന്ന് അടിച്ചു കൊടുക്കാം.
ഇനി ഇത് ഈ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തുള്ള നമ്മളുടെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു വിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മറച്ചടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ ആ നെക്ക് ഭാഗത്തുള്ള ആ ഒരു തുണി വെട്ടിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മറച്ചടിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പോർഷൻസൊക്കെ നമ്മൾ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. പിന്നെ ഇനി എല്ലാതും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു ഔട്ട്ഫിറ്റ് തന്നെ കിട്ടും. അപ്പം നമ്മളിതാ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തുനിന്നാണ് മേലേക്ക് അടിച്ച് തുടങ്ങേണ്ടത്. അതിൻ്റെ പോർഷൻസ് കുറച്ച് കട്ടായിപ്പോയി. അപ്പോൾ അത് നിങ്ങൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിൽ മാറ്റം വരും. പ്രിൻസസ് കട്ടിൻ്റെ ആ ഭാഗം അടിയിൽ നിന്നാണ് നമ്മൾ മേലേക്ക് അടിക്കേണ്ടത്. പിന്നെ ഇതാ കഴുത്തിൻ്റെ അകലം, ബാക്ക് ഭാഗത്തിൻ്റെ കഴുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്നും അടയാളപ്പെടുത്തുന്നുണ്ട്. 3.5 കഴുത്തകലം കൊടുത്തിട്ട് ഇറക്കം നമുക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാനൊരു 6.5 കൊടുക്കുന്നത്. അപ്പോൾ കഴുത്തകലം 3.5 കൊടുത്തിട്ട് നമ്മൾ 6 അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം ചെയ്തതുപോലെ തന്നെ ഒന്ന് മറച്ചടിക്കുന്നുണ്ട്. ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് മറച്ചടിക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ചെരിച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം കറക്റ്റ് ഫിറ്റായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഷോൾഡർ അടിച്ചു, അതൊന്ന് ചെരിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് നമ്മുടെ വണ്ണം അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ അടിഭാഗത്തുള്ള സ്കേർട്ടിൻ്റെ ആ ഒരു ഭാഗം അതും നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാറിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് കൈ കൂടി അടിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ കൈക്കുള്ള മെറ്റീരിയൽ നമുക്ക് വെട്ടാം. 2 മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ഒന്ന് ശരിക്കും ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ കൈയിറക്കം വേണ്ടത് അത് നമ്മളിപ്പോൾ തന്നെ നോക്കി വയ്ക്കുക. കാരണം ഒരു കൈ അകലം കൈയിൻ്റെ ഇറക്കം കൊടുക്കുമ്പോൾ ഇവിടെ അടിഭാഗത്ത് ആ ഡിസൈൻ വരണ കാരണം അടിഭാഗത്തേക്ക് തയ്യൽ തുമ്പൊന്നും വേണ്ട, കറക്റ്റ് ആ ഒരു ഇത് മാത്രം മതിയാവും. മേൽഭാഗത്ത് ഒരു 1 ഇഞ്ച് നമ്മൾ കൂട്ടിയിടണം. ഇപ്പോൾ 11 വേണ്ടതെന്നുണ്ടെങ്കിൽ 11.5 ഞാൻ ഇട്ടേക്കണത്. അപ്പോൾ അടിഭാഗത്ത് ആ ഒരു ഡിസൈൻ വരണ കാരണം എനിക്കവിടെ തയ്യൽ തുമ്പൊന്നും വേണ്ടാത്ത കാരണമാണ് നമ്മൾ അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി കൈക്കുഴി എത്രയാണ്, 8 ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 8 ഇങ്ങോട്ട് വീതി അടയാളപ്പെടുത്തി, അതിന് ശേഷം അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3.5 അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. പിന്നെ കൈയുടെ ഫ്രണ്ട് ഭാഗം നമ്മളെപ്പോഴും ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുമ്പോഴാണ് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് ആ ചുളിവൊന്നും ഇല്ലാതെ നല്ല കറക്റ്റായിട്ട് വൃത്തിക്കിരിക്കുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പിന്നെ കൈക്കുഴി ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെട്ടിക്കളയുമ്പോൾ രണ്ടും ഒപ്പം വെച്ച് വെട്ടരുത്, രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വെട്ടാൻ, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വെട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള കൈയുടെ ഭാഗം ഒരു 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടണം. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ മേൽഭാഗത്തോട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ വെട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ കൈയിൻ്റെയും ഒരു 1/2 ഇഞ്ച് നമ്മൾ വെട്ടി കൊടുക്കുക.
അപ്പോൾ രണ്ടും നമ്മളിതാ വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യാം. നമ്മുടെ നല്ല വശവും അതിൻ്റെ നല്ല വശവും തമ്മിൽ ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ നോക്കി പിടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് വെച്ചടിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ പരിപാടി, സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ ഇതിൽ സ്ലീവിൽ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ദാ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ കൈയിൻ്റെ അടിഭാഗത്തെ അളവും വണ്ണം കൂടി ആയിട്ട് നമ്മൾ ജസ്റ്റ് അതെല്ലാതും കൂടി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പം നമ്മൾ രണ്ടും വെട്ടിയിട്ടുണ്ട്. ഇനി ഇതത് നമുക്ക് ഈ മെയിൻ തുണിയിലേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് വെക്കാം. നല്ല ഭാഗവും കൂടിയിട്ട് വെച്ചിട്ട് വേണം അടിക്കാൻ. നമ്മൾ കറക്റ്റ് സെൻറ്റർ രണ്ടിൻ്റെയും പിടിച്ചിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് പിടിച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ കൈക്ക് ലൈനിങ് ഒന്നും വെക്കുന്നില്ല, ജസ്റ്റ് അടിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.